കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മീനഭരണി തൂക്ക മഹോത്സവം ഇന്ന് 7ാം ദിനം. തൂക്കക്കാരുടെ നമസ്കാരമടക്കം ഭക്തി നിർഭരമായ അനുഷ്ഠാനങ്ങളോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഞായറാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം. ഈ റിപ്പോർട്ടുകൂടി ഫസ്റ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. പുത്തൻപുലിയുമായി കൃഷ്ണരാജും അമലും ചേരും. നമസ്തേ. കൊല്ലങ്കോട് വാണരുളും ശക്തിസ്വരൂപിണിയുടെ തിരുസന്നിധിയിൽ മീനഭരണി മഹോത്സവം നാടിന്റെ മഹോത്സവമായി കൊണ്ടാടുകയാണ്. 1124 കുഞ്ഞുങ്ങളാണ് അമ്മയുടെ തിരുമുന്നിൽ വെള്ളിൽ തൂങ്ങുന്നത്. ഇതിനായി നിയോഗിക്കപ്പെട്ട 1150 തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങുകൾ ആചാര അനുഷ്ഠാന നിറവിലാണ് നടന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 1150 തൂക്കക്കാരാണ്. അവർ ഓരോ ജോലിക്കാരായിരിക്കും. പോലീസായിരിക്കാം, വക്കീലായിരിക്കാം, കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ. പക്ഷേ 1150 പേരും ദേവി നടയിൽ വന്നു കഴിഞ്ഞാൽ ദേവിദാസന്മാരാണ്. വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാർ, വലിയ ജോലി, ചെറിയ ജോലി, അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും സമമായി ദേവിയുടെ തിരുമുമ്പിൽ സമമായിട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ സിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട തൂക്കക്കാരുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്താനുള്ള ചടങ്ങാണ് നമസ്കാരം. നേർച്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യങ്ങളില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഈ കൊല്ലങ്കോട്ടമ്മയുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നേർച്ച നടന്നാൽ കൃത്യമായിട്ടും ഇന്ന് വരെയുള്ള സംഭവം, നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ ഒക്കത്തില്ല, ഇന്ന് വരെയുള്ള സംഭവം ആ കുഞ്ഞ് ജന്മം കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രം സങ്കല്പിച്ചാൽ മതി. എന്തായാലും കൊല്ലങ്കോട്ടമ്മയുടെ തിരുനടയിൽ ഓരോ ഭക്തജനങ്ങളും വന്ന് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞു തീരുമ്പോൾ വീട്ടിലേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മതിമറന്നാണ് ഇവിടുന്ന് യാത്രയാകുന്നത്. സന്താനലബ്ധിക്കായി അമ്മയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിച്ചവരാണ് പ്രാർത്ഥനാ ചടങ്ങിന് എത്തുന്നത്. എല്ലാം കൊല്ലങ്കോട് അമ്മയുടെ അനുഗ്രഹമാണെന്നാണ് നിറഞ്ഞ ഭക്തിയോടെ ഇവർക്കെല്ലാം പറയാനുള്ളത്. ഞാൻ എപ്പോഴും വരുന്നതാണ്, കോവിലിൽ എപ്പോഴും വരുന്നതാണ്, ദേവിയെ കാണാറുണ്ട്. പിന്നെ എനിക്ക് 10 വർഷത്തിന് ശേഷം കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് തൂക്ക നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ 22ാം തീയതി തൂക്കം നടത്താനാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, അമ്മയെല്ലാം കാത്തോളും എന്നുള്ള ഇതിലാണ്. നമ്മൾ പിറന്നത് കൊച്ചു കുട്ടിയായപ്പോൾ ഇത് കോയില വാറുന്നുള്ളൂ. നമുക്ക് തൂക്കം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ പിള്ളേർക്ക് ഇവിടെ നമ്മൾ പിന്നെ തുള വാറത് ഇങ്കത് പിറന്നു തൊട്ട് ഇന്ന് വരേക്ക് വാറത് തൊളിയത് എല്ലാം ഇതേ വീട്ടത്. സങ്കടം ഉണ്ടെങ്കിൽ ഏതാ ചെന്നാലും ദേവി ഉടനെ നടത്തിയാണ്. നല്ല ശക്തിയുള്ള അമ്മയാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ കാത്തിരിപ്പിൻ്റെതാണ്. കൊല്ലങ്കോട് അമ്മയുടെ സന്നിധിയിലേക്ക് ദേശത്തിന്റെയും ഭാഷയുടെയും അതിരുകൾ കടന്ന് ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ജനം, കൊല്ലങ്കോട്.